തന്നെയും തൻ്റെ മരണപ്പെട്ട അമ്മയെയും അധിക്ഷേപിച്ച എല്ലാ ജൻസികൾക്കും താൻ മാപ്പ് കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നരേന്ദ്രമോദി അദ്ദേഹം ഇട്ടിരുന്ന ഒരു പോസ്റ്റാണ് ജൻസികൾക്കെല്ലാം മാപ്പ് കൊടുത്തിരിക്കുന്ന രീതിയിലാണ്. പക്ഷേ അങ്ങനെ അങ്ങ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം അധിക്ഷേപങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ലൈസൻസ് ആയിട്ട് എടുക്കില്ലേ? ഇനി എത്ര അങ്ങനെ ആരെ അധിക്ഷേപിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, വിദ്യാർത്ഥികളായതുകൊണ്ട് മാപ്പ് നൽകുമായിരിക്കും. അതൊരു ലൈസൻസ് ആവാൻ സാധ്യതയില്ലേ? അല്ല, ഇതിൽ നമ്മളിതിനെ രണ്ട് ഘട്ടത്തിൽ കാണണം. ഒന്നാം ഘട്ടം, തൻ്റെ മരിച്ചുപോയ അമ്മ, മരണപ്പെട്ട എന്നുള്ളത് പത്രങ്ങൾ കൊണ്ടുവന്നൊരു പ്രയോഗമാണ്. മരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ അർത്ഥം കിട്ടും. അപ്പോൾ മരിച്ചുപോയ അമ്മ, ഇപ്പോൾ ആരും മരിക്കുന്നില്ല, എല്ലാവരും മരണപ്പെട്ടു പോവുകയാണ്. മരിച്ചാൽ മതിയല്ലോ. അപ്പോൾ മരിച്ചുപോയ അമ്മയെയും അദ്ദേഹത്തെയും ഒരുപോലെ ആക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇറക്കി. അത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ആ എഴുതിയവരുടെ ചട്ടത്തരം കൂടിയാണ്. അതൊരു കുറ്റകൃത്യവുമാണ്. പ്രധാനമന്ത്രി ആയതുകൊണ്ടല്ല, ലോകത്തൊരു മനുഷ്യനെയും അകാരണമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിയമലംഘനമാണ്. അപ്പോൾ പ്രധാനമന്ത്രി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ആരായിരുന്നാലും അത്തരം സന്ദർഭങ്ങളിൽ ഞാനിത് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാനേ പറ്റൂ. അതാണ് സുജന മര്യാദ. കാരണം അവർ കുട്ടികളാണ്, കുട്ടികൾക്ക് തെറ്റിയൊരു കയ്യബദ്ധമാണ്, അവർക്കത് മേലിൽ പറ്റരുത് എന്നുള്ളതുകൊണ്ടാണ്. ഇതിൽ കേസിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഉരിപ്പോരാൻ പറ്റില്ല. എവിഡൻസ് ഉള്ളതാണ്. ആ എവിഡൻസ് അനുസരിച്ച് അവർ ശിക്ഷിക്കപ്പെടും. ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ദീപ് കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് വെറും മാപ്പ് മാത്രമാണോ, കേസ് പിൻവലിക്കുമോ എന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്കൾ മാപ്പ് കൊടുക്കുക മാത്രമാണോ അതോ കേസുകൾ പിൻവലിക്കുമോ? അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് കാര്യങ്ങളിൽ വിവരമില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് ഈ ദീപ് കെ. അക്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര വിവരമില്ല എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ വിവരമില്ലാത്തത് കൊണ്ടാണല്ലോ സുപ്രീം കോടതിക്ക് അദ്ദേഹം ആജ്ഞ കൊടുക്കുന്നത്, കേസ് ഇന്ന വിധത്തിൽ വിധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം നമ്മുടെ ഭരണഘടനാ സംവിധാനത്തെക്കുറിച്ചും ആ ഭരണഘടന അനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾക്കെല്ലാത്തിനും അതതിൻ്റേതായ അധികാര പരിധി നിശ്ചയിച്ച് ഭരണഘടന തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് ജുഡീഷ്യറിയോട് ഇന്ന വിധത്തിൽ ജഡ്ജ്മെൻ്റ് എഴുതണമെന്ന് ആജ്ഞാപിക്കാൻ ഈ ലോകത്ത് രാഷ്ട്രപതി അടക്കം ഒരാൾക്കും അധികാരമില്ല. അത് ലളിതമായൊരു സത്യമാണ്. ആ സത്യം അറിയാത്ത ഒരു കക്ഷിയാണ് ഇദ്ദേഹം എന്നത് പറഞ്ഞപ്പോഴെനിക്ക് ബോധ്യമായി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത ഒരാളാണ് അദ്ദേഹം. കാരണം പരീക്ഷാ പേപ്പർ ചോർന്നു, ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. പരീക്ഷ ക്യാൻസൽ ചെയ്ത് വേറെ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി, റാങ്ക് ലിസ്റ്റ് പ്രവേശനം ആരംഭിച്ചു. കുറ്റവാളികൾക്കെതിരെ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ ഹാജരാക്കി. ഇത്രയേ ആർക്കും ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ പേരിൽ വേറെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനേക്കാളൊക്കെ വലിയ ചോദ്യപേപ്പറൊക്കെ ചോർന്ന സംഭവങ്ങൾ ബംഗാളിലുണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഇവരാരെയും നമ്മൾ കണ്ടിട്ടില്ല അവിടെയെങ്കിലും. അപ്പോൾ പിന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിവരക്കേടാണ് അദ്ദേഹം ഇവിടെയും പറയുന്നത്. കാരണം കേസ് പിൻവലിക്കാൻ എന്നുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് പിൻവലിക്കാൻ ഒരു വ്യക്തിക്കും അധികാരമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. FIR ഇട്ട് കഴിഞ്ഞാൽ ആ FIR അനുസരിച്ചിട്ട് നടപടി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇരയാക്കപ്പെട്ട വ്യക്തിയല്ല, കോടതിയാണ്. അപ്പോൾ മോദി പറയുന്ന അനുസരിച്ച് തനിക്ക് പരാതിയില്ല എന്ന് പറയുകയാണെങ്കിൽ? മോദി അല്ലല്ലോ പരാതി കൊടുത്തേക്കണം. മോദി എവിടെ പരാതി കൊടുത്തിട്ടുണ്ട്? മോദി എങ്ങും പരാതി കൊടുത്തിട്ടില്ല. തന്നെ അധിക്ഷേപിച്ചത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. തന്നെ അധിക്ഷേപിച്ചത് പ്രശ്നമില്ല എന്ന് മോദിക്ക് പറയാം. പക്ഷേ മോദിയെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ, പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് കൊടുത്ത ആൾക്ക് പോലും അത് പിൻവലിക്കാൻ അധികാരമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ക്രിമിനൽ ഒഫൻസിൽ വാദി എപ്പോഴും സ്റ്റേറ്റാണ്. അങ്ങനെ സ്റ്റേറ്റ് വാദിച്ചാൽ
അത് സ്റ്റേറ്റ് പറയാണ് ഞങ്ങൾ ഈ പ്രശ്നം പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞാലും കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇത് പിൻവലിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഉദാഹരണത്തിന് നിങ്ങളെ ഒരാൾ കൊല്ലാൻ ശ്രമിച്ചു, എല്ലാ എവിഡൻസും ഉണ്ട്, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചു, തെളിവുകളൊക്കെ ഹാജരാക്കി. ആ ഘട്ടത്തിൽ അദ്ദേഹം വന്ന് നിങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ ആ ദേഹി വന്ന് നിങ്ങളോട് പറഞ്ഞു ക്ഷമിക്കണം ഞാൻ അങ്ങനെ ഒരു പെട്ടെന്ന് പോയതാണ്. അപ്പം നിങ്ങൾ പറയണേ എനിക്കതിനകത്ത് പരാതിയില്ല എന്ന് പറഞ്ഞാൽ കേസ് പിൻവലിക്കില്ല. കാരണം പരാതി നിങ്ങളല്ല, പരാതി സ്റ്റേറ്റാണ്, പ്രോസിക്യൂട്ടറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് കക്ഷി തരാം, പ്രോസിക്യൂട്ടറാണ്. അപ്പോൾ ആ പ്രോസിക്യൂട്ടറാണ് ഇത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത്. കോടതിയിലാണ് പിന്നെ അതിൻ്റെ നിയമപരമായിട്ട് സെറ്റിൽമെൻറ്റ് വരേണ്ടത്. ഇതേ കാര്യം തന്നെ ഇവിടുത്തെ നമ്മുടെ പരിണിതപ്രജ്ഞനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞ് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പോകുന്ന എല്ലാവർക്കും FIR പ്രസ് ചെയ്യണമെന്ന്. FIR പ്രസ് ചെയ്യണോ വേണ്ടയോ എന്ന് ഇവരല്ല തീരുമാനിക്കുന്നത്. FIR കോടതിയിലല്ലേ സബ്മിറ്റ് ചെയ്തേക്കണേ. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്താൽ കേസായല്ലോ. പിന്നെ അതിൽ തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. കോടതിക്ക് തോന്നണം ഇത് വേണ്ട എന്നുള്ള കാര്യം. അത് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിൽ വരും എന്നുകൂടി കരുതിയായിരിക്കും പറഞ്ഞേക്കണം. അത് അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിൽ വരുന്നൊരു കാര്യമല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ഇതിലൊരു വേറൊരു കാര്യമുണ്ട്, ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇത് ശരിയാണോ എന്നുള്ള കാര്യം. ഇത് അടിസ്ഥാനപരമായിട്ട് ദണ്ഡനീതി വേണോ വേണ്ടയോ എന്നുള്ളതാണ്. ശിക്ഷ വേണോ, ദണ്ഡനീതി എന്ന് പറഞ്ഞാൽ ശിക്ഷ വേണോ. ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റത്തിന് ശിക്ഷ കൊടുക്കണോ വേണ്ടയോ, ഈ കാര്യത്തെക്കുറിച്ച് വിശാലമായ ഒരു ചർച്ച മഹാഭാരതം ശാന്തി പർവ്വത്തിൽ ഉണ്ട്. ദണ്ഡനീതി വേണോ വേണ്ടയോ. ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് ദണ്ഡനീതി ഒഴിവാക്കിക്കൊണ്ട് രാജ്യം ഭരിക്കാൻ കഴിയുമോ? ഈ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം കഴിയില്ല എന്നുള്ളതാണ്. എന്താ കാരണം? കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യാനുള്ള വാസന കൂടിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഒരു രാജാവിനും കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കാതെ രാജ്യഭാരം നടത്താൻ അധികാരമില്ല എന്നുള്ളതാണ് കൃത്യമായ രാജ്യധർമ്മ അനുസരിച്ച് ഉള്ള തീരുമാനം. ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം. ശിക്ഷ എങ്ങനെയായിരിക്കണം? കുറ്റത്തിനനുസരിച്ച ശിക്ഷയായിരിക്കണം. അതായത് കുറ്റകൃത്യവും അതിന് ലഭിക്കുന്ന ശിക്ഷയും തമ്മിൽ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഈക്വലൻസ് വേണം. അതിനൊത്ത ശിക്ഷ ഉണ്ടാകണം. മനസ്സിലായില്ല? കാരണം ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റത്തിൻ്റെ ഗുരുത്വം എത്രയാണോ ആ ഗുരുത്വം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ശിക്ഷ വിധിച്ചിരിക്കണം. അത് വിധിക്കേണ്ട ഉത്തരവാദിത്വം ഭരണാധികാരിക്കുള്ളതാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കുറഞ്ഞു പോകാനും പാടില്ല, കൂടിപ്പോകാനും പാടില്ല. ഒരു കാര്യവും കൂടി അതിനകത്ത് പറയുന്നുണ്ട്, അത് കുറഞ്ഞാലും കൂടിയാലും അതിൻ്റെ ശിക്ഷ ഭരണാധികാരിക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് രാമായണത്തിൽ ധർമ്മദേവൻ വന്ന് രാമനോട് സംസാരിക്കുകയാണ്. അപ്പോൾ അതിനകത്തുള്ള വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ പറയുന്നവനും കേൾക്കുന്നവനും അല്ലാതെ വേറെ ആരും ഉണ്ടാകാൻ പാടില്ല ആ സംഭാഷണം നടക്കുമ്പോഴെന്നാണ്. അപ്പോൾ രാമൻ പറഞ്ഞ് ഇതാണ് കാര്യം, അപ്പോൾ ആരും വരരുത്, ഒറ്റ ആളകത്തേക്ക് കയറ്റിവിടുത്ത് രാജശാസനയാണ്, ലംഘിക്കുന്നവൻ വധശിക്ഷ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനൗൺസ് ചെയ്തേക്കാൻ പറഞ്ഞു. കാരണം വേറെ ആരും ഒളിഞ്ഞു നിന്നും തെളിഞ്ഞു നിന്നും ഒന്നും കേൾക്കാൻ പാടില്ല.
അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദുർവാസാവ് വന്നിട്ട് എനിക്കിപ്പോൾ കാണണം എന്ന് പറഞ്ഞു. ഇപ്പം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞ് ഇപ്പം കണ്ടില്ലെങ്കിൽ ഞാൻ ഈ കുലം മുഴുവൻ മുടിച്ചു കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഇങ്ങനെ അപ്പോൾ ആജ്ഞ ലംഘിച്ചു, വധശിക്ഷയ്ക്ക് വിധിക്കണം. വിധിച്ചു. നീ രാജ്യം വിട്ടുപോയിക്കോ, നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് രാജധർമ്മത്തിലുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൽ മോദി എടുത്ത തീരുമാനം അല്ല, മോദി എടുത്ത തീരുമാനം ഒരു വ്യക്തി എന്ന നിലക്ക് മോദിക്ക് ക്ഷമിക്കാം. പക്ഷേ പരാതിക്കാരൻ മോദി അല്ലാത്തടത്തോളം കാലം പരാതികൾ നടപടി സ്വീകരിക്കരുത് എന്ന് പറയാൻ മോദിക്ക് അധികാരമുണ്ടോ? ഇപ്പം ഞാനാണ് പരാതി കൊടുത്തേക്കണേ, എൻ്റെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു, ഞാൻ പിൻവലിക്കണ്ടേ? ഞാൻ പിൻവലിക്കാൻ തീരുമാനിച്ചത് തന്നെ കോടതി സമ്മതിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് അത് കോടതിയുടെ സമ്മതം ആശ്രയിച്ചിരിക്കും അതിൽ തുടരണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എന്നുള്ള കാര്യം ദീപ് കെ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ താരമായിട്ട് നിൽക്കുകയല്ലേ. ഉദയതാരത്തിന് അങ്ങനെ ഒരു അവസ്ഥ കൂടി വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം. മറ്റാരും പറയാത്ത വാർത്തകളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്ക് പോകുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണേ.